നാളെ 3 മണിക്ക് അവിടെ എത്തും. നാളെ 3 മണിക്ക് അവിടെ എത്തും. പൂർണ്ണമായ നിയമത്തിൽ വിശ്വസിക്കുകയാണ്. അതെ. ഈ അമ്മയുടെ ഒരു നോട്ടീസ് കൂടി വന്നിട്ടുണ്ടല്ലോ. അമ്മയുടെ നോട്ടീസ് അല്ല, ICയുടെ അത് തിങ്കളാഴ്ച. ഒന്നും പരാമർശിച്ചിട്ടില്ല. ഏത് കേസാണോ ഏത് പരാതി? അത് വേദാന്ത ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയതിനെ പറ്റിയിട്ടുള്ള ഒരു നോട്ടീസാണ് തന്നിരിക്കുന്നത്. അത് സംബന്ധിച്ച് ചോദിച്ചറിയാനാണ്. നാളെ 3 മണിക്ക് അവിടെ എറണാകുളത്ത് നോർത്ത് സ്റ്റേഷനിൽ. ഷൈൻ ഇവിടെ ഇല്ല. എത്ര മണിക്കാണ്? 3 മണിക്കാണ്. 3 മണിക്കാണ്. നമ്മുടെ സൗകര്യം കൂടി നോക്കിയാണ് അവരെ സമയം ഫിക്സ് ചെയ്തത്. അവര് ആദ്യം വേറൊരു സമയം പറഞ്ഞു അത് പറ്റില്ല, അവിടേക്ക് ആളും കൂടി ഓടി എത്തണ്ടേ, ആൾ ഇവിടെ ഇല്ലല്ലോ. ഇപ്പൊ എവിടെ ഉള്ളേന്ന് വിളിക്കുന്ന ആൾക്കാരും പറയണില്ല എന്നോട്. ഷൈൻ 3 മണിക്ക് അവിടെ എത്തും, നോർത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തും. ചിലപ്പോ അല്ല അവന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടാവും കൂടെ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് വേറെ അഭിഭാഷകന്മാരൊന്നും ഇല്ല. അഭിഭാഷകന്മാർ രാമപിള്ള അവിടെ അടുത്തുള്ള ആൾ തന്നെയുള്ളൂ, സ്റ്റേഷന്റെ അടുത്തുള്ള ആൾ തന്നെയാണ്. അപ്പൊ അവന്റെ സ്നേഹിതന്മാരെ ഏറ്റവും രാമപിള്ളിയുള്ള അവന്റെ വക്കീല്. ഇല്ല, ഇതിനൊരു നിയമോപദേശം അവരുടെ പേരിൽ എടുത്തിട്ടില്ല. ഒരു നിയമോപദേശം ഞങ്ങൾ നേടിയിട്ടില്ല. കേസ് ആയിട്ടില്ലല്ലോ. കേസൊക്കെ ആയി വരുമ്പോഴല്ലേ നമുക്ക് അപ്പൊ അതിനെപ്പറ്റി ആലോചിക്കാം. പക്ഷെ നമുക്ക് കേസ് നടത്തി 10 കൊല്ലം കേസ് നടത്തിയിട്ട് പരിചയമുണ്ട്. അപ്പൊ ഒരു കേസ് എപ്പോഴാവണേന്ന് നമുക്കറിയാം. അതാവുമ്പോ നമുക്ക് അതിനെ പറ്റി ആലോചിക്കാം. അഭിഭാഷകനോട് ഞങ്ങൾ ഇതിനെ പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല, ഇതുവരെ കെട്ടിയെത്തിയിട്ടില്ല. ഇങ്ങനെ കുറെ ഓലപ്പാമ്പുകളല്ലേ, അതൊക്കെ വരിട്ടാവും. അത് കഴിഞ്ഞിട്ട് കേസാകുമ്പോ നമുക്ക് വക്കീലിനായിട്ട് ബന്ധപ്പെടാം. അല്ല, കേസ് വല്ല കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ കേസ് ആവുക. ഇതിപ്പോ അവൻ അവിടെ വന്നു, അവൻ പോയി, ഇത്ര നല്ലുണ്ട്. വേട്ടയാറിന്റെ എന്തോ അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. അപ്പൊ നാളെ 3 മണിക്ക് ശേഷം കാണാം. ഓക്കെ.